ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ തേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ തേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ദൈവസ്വര സന്ദേശമാണ്. യേശു ഏകരക്ഷകനാണ്, യേശു ലോകരക്ഷകനാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം എന്ന സന്ദേശം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിളി തുടങ്ങി ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം എല്ലാ ദൈവങ്ങളും ഒന്നാണ്, ഇങ്ങനെയായിരിക്കാം ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത്. യേശുവാണ് ഏകരക്ഷകൻ, യേശുവാണ് ലോകരക്ഷകൻ. ഇങ്ങനൊരു വിശ്വാസം ഒരുപക്ഷെ പ്രാർത്ഥനക്കാരൻ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് പോലും നഷ്ടപ്പെട്ടു പോകുന്നൊരു വിശ്വാസമാണ്. യേശു ഏകരക്ഷകൻ, ലോകരക്ഷകൻ എന്ന വിശ്വാസം നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനമായ ഒരു വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് പിശാചിൻ്റെ മേൽ അധികാരമുള്ളത്. അങ്ങനെ വിശ്വസിക്കുന്നവരെയാണ് കർത്താവ് അഭിഷേകം കൊണ്ട് നിറയ്ക്കുക. അങ്ങനെയുള്ളവരാണ് യേശുവിൻ്റെ ദാസനും ദാസിയായി തീരുക. ഒരുപാട് വചനഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനം, അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ആ വചനഭാഗം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു. ആ ദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വലത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി 10 രക്ഷകന്മാരോ 5 രക്ഷകന്മാരോ 15 രക്ഷകന്മാരല്ല, ഒരു രക്ഷകൻ
അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവർത്തനം 4:12 തിരുവചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. മറ്റാരിലും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇത് പറഞ്ഞേ ഹാലേലുയ. ഹല്ലേലൂയ. ഇരിക്കണത് പറഞ്ഞേ ഹാലേലുയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ കണ്ടോ, യേശുവാണ് ഏകരക്ഷകൻ, യേശുവാണ് ലോകരക്ഷകൻ. ഇത് നമ്മൾ ഹൃദയത്തിൽ അങ്ങോട്ട് അടിയുറച്ച് വിശ്വസിക്കണം. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു, സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു. ആരായിരുന്നു യേശു? ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നു യേശു? നമുക്കറിയാം, യഹൂദ മതത്തിൽപ്പെട്ട ആളായിരുന്നു യേശു. അപ്പോൾ യഹൂദ മതം എന്താണ് വിശ്വസിക്കുക? അവർ ഏക ദൈവവിശ്വാസികളാണ്. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് യഹൂദർ. അപ്പോൾ യേശു ആരിലായിരിക്കും വിശ്വസിച്ചിട്ടുണ്ടാവുക? ഏക ദൈവത്തിലാണ് വിശ്വസിച്ചത്. അങ്ങനെ ഏക ദൈവ വിശ്വാസിയായ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചപ്പോൾ എന്താണ് പ്രസംഗിച്ചത്? എന്ത് വിശ്വസിക്കണം, ആരിൽ വിശ്വസിക്കണം എന്നാണ് പ്രസംഗിച്ചത്? യേശു പറഞ്ഞത് പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് യേശു കൂട്ടിച്ചേർത്തു, എന്നിലും വിശ്വസിക്കണം. ഈശോ പറയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. യോഹന്നാൻ 14:1 പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അതായത് ദൈവവിശ്വാസിയായ യേശു ദൈവവിശ്വാസികളായ യഹൂദരിൽ നിന്ന് യേശു വിശ്വാസം ആവശ്യപ്പെടുകയാണ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ, ദൈവവിശ്വാസിയായ യേശു ദൈവവിശ്വാസികളായ യഹൂദരിൽ നിന്ന് യേശു വിശ്വാസം ആവശ്യപ്പെടുകയാണ്. അതായത് നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവമുണ്ട്. അങ്ങനെ വലിയൊരു സമൂഹത്തെ വിശ്വസിക്കുകയാണ്. ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, രക്ഷ പ്രാപിക്കാൻ അടിസ്ഥാനമായ വിശ്വാസം ഇതാണ്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ഒപ്പം തന്നെ ദൈവം പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് വിശ്വസിക്കണം. 1 യോഹന്നാൻ 4:14 നമുക്കത് കാണാൻ സാധിക്കും. പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് യോഹന്നാൻ എഴുതി വച്ചിരിക്കുക. നമുക്ക് ആ വചനഭാഗം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. 1 യോഹന്നാൻ 4:14 ഏറ്റു പറയുന്നു, പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, അപ്പം യേശു ഏകരക്ഷകനാണ്, ലോകരക്ഷകനാണ്. അത് ഹൃദയത്തിൽ വിശ്വസിക്കുക, സാക്ഷ്യപ്പെടുത്തുക. ഈ ഒരു വിശ്വാസം നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ വിടുതലിനും സൗഖ്യത്തിനും അഭിഷേകത്തിനും അനുഗ്രഹത്തിനും ഒക്കെ അത്യന്താപേക്ഷിതമായൊരു വിശ്വാസമാണ്. പല മക്കളും വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നവരും പലപ്പോഴും ഇങ്ങനെ അറിയാതെ പോകുന്നൊരു കാര്യം, ദൈവമുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു, പക്ഷേ യേശുവാണ് ഏകരക്ഷകൻ, ലോകരക്ഷകൻ. ആ ഒരു പ്രത്യേകമായൊരു വികാരം, ആ ഒരു വലിയൊരു അനുഭവം ഭൂരിഭാഗം പേർക്കും ഇല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യേശുവിനെ ലോകരക്ഷകനായി ആദ്യം തിരിച്ചറിഞ്ഞത് അത് സമരിയക്കാരായിരുന്നു, വിജാതീയരായിരുന്നു എന്നാണ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അത് മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 39 മുതലുള്ള തിരുവചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവിടെയാണ് അവർ പ്രത്യേകം എടുത്ത് പറയുന്നൊരു കാര്യമാണ്. സമരിയക്കാരിയോട് പറയുകയാണ്, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ പറഞ്ഞതുപോലെ അല്ല, ഞങ്ങൾ തന്നെ നേരിട്ട് കാണുകയും ഇവനാണ് പിതാവ് അയച്ച ലോകരക്ഷകൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ വിശ്വാസം സമരിയക്കാർ ഏറ്റുപറഞ്ഞ് നമ്മളും ഇപ്പോൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും വചനം ഏറ്റ് പറയാം. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ആ സമരിയക്കാർ അവന്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ച മറ്റ് പലരും അവനിൽ വിശ്വസിച്ചു.
അവർ അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിനെ ഏക രക്ഷകനും ലോകരക്ഷകനുമായി ഏറ്റുപറഞ്ഞ് സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, നീ യേശുവിൽ വിശ്വസിക്കണം. പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് നീ വിശ്വസിക്കണം, അത് സാക്ഷ്യപ്പെടുത്തണം. ശിരിരി കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശിരിരി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. യോഹന്നാൻ 14:1 വചനത്തിന് അഭിഷേകം നിറയട്ടെ. അസ്വസ്ഥതകളും ആകുലതകളും എല്ലാം മാറിപ്പോട്ടെ, ബന്ധനങ്ങളും കെട്ടുകളും രോഗങ്ങളെല്ലാം മഴിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ലോകരക്ഷകനും ഏകരക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ശക്തമായി സ്തുതിച്ച് കരങ്ങളടിച്ച് ഏകരക്ഷകനായ ലോകരക്ഷകനായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിച്ച്, ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞവന്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ, ശക്തനായവൻ എൻ്റെ യേശു, രോഗസൗഖ്യദായകൻ എൻ്റെ യേശു, പാപമോചകൻ ശാപമാകെ നീക്കിയോ, നിത്യജീവനെ കിടുന്ന യേശു. ശക്തനായവൻ എൻ്റെ യേശു, രോഗസൗഖ്യദായകൻ എൻ്റെ യേശു, പാപമോചകൻ ശാപമാകെ നീക്കിയോ, നിത്യജീവനെ കിടുന്ന കരമുയർത്തി. ഏകരക്ഷകനവനല്ലോ, ലോകരക്ഷകനവനല്ലോ, യേശുവിൻ നാമത്തിൽ രക്ഷ നേടും നിശ്ചയമാണ്. ഏകരക്ഷകനവനല്ലോ, ലോകരക്ഷകനവനല്ലോ, യേശുവിൻ നാമത്തിൽ രക്ഷ നേടും നിശ്ചയമാണ്. കരൾ വീശി കരൾ വീശി. യേശുവേ എൻ്റെ യേശുവേ, യേശുവേ എൻ്റെ രക്ഷക, യേശുവേ എൻ്റെ യേശുവേ, യേശുവേ എൻ്റെ രക്ഷക. കരം ഉയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ചോ പോരല്ലോ, ശബ്ദമുയർത്തി സ്തുതിച്ച്. സ്വരം പോരാ, സ്വരം പോരാ, ശക്തമായി സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പിതാവാ, ദൈവ പുത്രനാ, ദൈവ പരിശുദ്ധാത്മാവാ, ദൈവ അമലോത്ഭവം പറയുമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ധ്യാനിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപത്തിനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ. രൂപാത്മൻ തിരതത്ത കടയണമേ. സകല ശുദ്രം, മന്ത്രവാദ, അഭിചാര, ഗുണോത്രം, വിശുദോഷം, പൈശാചാക്കം, പിന്നുള്ള ബാധകൾ, കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സ്ഥലത്ത് അസൂയ, ചതിയും വഞ്ചന നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സതിയ രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ കന്യാമണി സതീരം മധ്യസ്ഥാനം നികാർ അപ്പ ഗബ്രിയ മനമട് സത്തമായ സാന്താ സമശത്താൽ ശരീരത്തിന്, മനസ്സിലെ, ആത്മാവിലും കുടുംബത്തിലെ, വ്യക്തിജീവിതത്തിലെ, സമൂഹത്തിലെ എല്ലാ ധർമ്മങ്ങളും വെള്ളത്തിലെ, വായിലൂടെ, വസ്ത്രത്തിലും, ഭക്ഷണം കടന്നു വന്ന മാനസികമോ, ശാരീരിക, ആത്മീയമായുള്ള, മാനസികമോ, പ്രാപഞ്ചികമോ, പൈശാചികമല്ല സകല ബന്ധനങ്ങൾ മത്തായി 4:10, ലൂക്ക 4:2, മർക്കോസ് 16:5, ജോനിയോന 3:8 പിശാചിന്റെ പ്രവർത്തനം നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്ര മന്ത്രി മതിന് ശ്രദ്ധിക്കുക. സകലവിധ പ്രകൃതിക്ഷമ, ഇടിമിന്, ഇരുട്ട്, നാശങ്ങൾ, ഉറപ്പ്, ദ്വേഷം, വാസ്തു, വൈരാഗം, തർക്കം, കലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജടിക, ദിവ്യാസ്, ഗോപാസ്, ഭക്ഷണാസക്തി, സ്വയംഭോഗ, സ്വർഗഭോഗ, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വിഭജാ, ദുർബോധം, അഹങ്കാര, അസൂയ, അലസ, മോഹം, കോപം, കൊതി, യുവാതടസ്സം, ജോലി തടസ്സം, വിൽപ്പനാസം, യാത്രാസം, പഠനാസം, കോടതിയിൽ സാമ്പത്തികമുണ്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരിക, ബാഹ്യങ്ങൾ, ചെറുതുമായി രോഗപ്പെടുകൾ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, സുതിച്ച് പ്രാർത്ഥിക്കുക, മദനമാക്കിയ ജന്മാചരണ തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ, വന്യജീവികൾ, ക്ഷുദ്രജീവികൾ, അക്രമങ്ങൾ, അതിന് പിന്നിപ്പോതിക്കുന്ന പൈശാചികരിപ്പി, അന്താശക്തി, സാധാശക്തി, ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ബന്ധിക്കുന്നു, യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു, യേശുവിനെ കുറിച്ച് ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ചേ പോരാ 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 പോരാ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിച്ച് ബന്ധനം തകർക്കും എൻ്റെ യേശു, ദുഷ്ട
ദുഷ്ടശത്രുവെ ജയിക്കും എൻ്റെ യേശു, ബന്ധനം തകർക്കും എൻ്റെ യേശു, ദുഷ്ടശത്രുവെ ജയിക്കും എൻ്റെ യേശു, ഭയമകറ്റുവാൻ പരമേൽക്കുവാൻ എൻ്റെ ചാരി നീങ്ങിടുന്ന യേശു, ഭയമകറ്റുവാൻ പരമേൽക്കുവാൻ എൻ്റെ ചാരി നീങ്ങിടുന്ന കരങ്ങളുയർത്തിച്ച് ഏകരക്ഷകനവനല്ലോ, ലോകരക്ഷകനവനല്ലോ, യേശുവിൻ നാമത്തിൽ രക്ഷ നേടും നിശ്ചയമായി. ഏകരക്ഷകനവനല്ലോ, ലോകരക്ഷകനവനല്ലോ, യേശുവിൻ നാമത്തിൽ രക്ഷ നേടും നിശ്ചയമായി. യേശുവേ എൻ്റെ യേശുവേ, യേശുവേ എൻ്റെ രക്ഷകാ, യേശുവേ എൻ്റെ യേശുവേ, യേശുവേ എൻ്റെ രക്ഷകാ. ശക്തമായ കരം ഉയർത്തി എല്ലാവരും സ്തുതിച്ചോ. ഭാഷയുള്ള ഭാഷാന്ന് സ്തുതിക്കുക, അല്ലാത്തൊരു ഹല്ലേലൂയ വേഗത്തിൽ പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോട്ടെ, പാപശാപ ബന്ധനങ്ങൾ വിട്ടുപോട്ടെ. ഹാലുലിയ അലുലിയ 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 തെറ്റായ ബോധ്യങ്ങളെല്ലാം മാറിപ്പോട്ടെ. ഹാലുലിയ അലുലിയ അലുലിയ അലുലിയ. ഇതാണ് ദൈവഹിതപ്രകാരമായ പ്രവൃത്തി, ഇതാണ് ദൈവഹിതപ്രകാരമായ പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ശബഹല ഫല 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 ശബലത്തം പമ്പ മസീബ കലാദി മെ ബെകെ പലാദി മോസിയ എബികെ മെ മെദിയ ല ഹല മെ ബദി മെ കലെ ബഹല ബമബത അബി മെ മെല ഷെമി കലാദി മോസിയ ല ഹല ബബബത ഒബിക മെ കല ഹല ബല 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 ശിര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 ി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിരിരിരിരിരിരി ശിരിരിരിരിരി. ശക്തമായി സ്തുതിച്ചേൻ. ശിരിരിരിരിരിരി. സ്തുതിപ്പ് നിർത്തരുത്, ശക്തമായി സ്തുതിക്കും. ദിവ്യഗാനത്തിൽ നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിച്ചോ. ബന്ധനങ്ങൾ അഴിയുന്നവരെ സ്തുതിക്കുക. യേശുവിൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് പൂജിച്ചുകൊണ്ട് സ്തുതിക്കുക. ശിര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 ി ശിര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 ി. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അറിയ പീറ്റർ എന്നൊരു പേര് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പീറ്ററിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ആമവാദമുള്ള ആൾ പ്രാർത്ഥിച്ചോ. ആമവാദം ആർക്കാണ്? ആമവാദം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സംസാരത്തിൽ വിക്കലുള്ള മക്കളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. സംസാരത്തിൽ വിക്കല് കർത്താവ് മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ആത്മഹത്യ ചിന്തകളൊക്കെ ഈ സമയം കർത്താവ് എടുത്തു മാറ്റുകയാണ്. ആത്മഹത്യ ചിന്ത ആരൊക്കെയോ അങ്ങനെ ചിന്തിക്കുകയാണ്. എനിക്ക് മരിച്ചാൽ മതി. നീ മരിക്കേണ്ട വ്യക്തിയൊന്നല്ല, നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ടല്ലോ. ഏകരക്ഷകൻ, ലോകരക്ഷകൻ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ ഈശോ പറയുകയാണ്. ആത്മഹത്യ ചിന്തകൾ ഈ സമയം മാറിപ്പോട്ടെ. ഭ്രൂണഹത്യ ചിന്തകളുള്ള മക്കളെ കാണിക്കുക. അബോർഷൻ ചെയ്താലോ എന്ന് ചിന്തിക്കുക. ഒരിക്കലും ചെയ്യരുതെന്ന് കർത്താവ് സന്ദേശം നൽകുക. അബോർഷനെ പറ്റിയുള്ള ചിന്തകളൊക്കെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ശക്തമായ മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അധികാരത്തോട് വിധേയപ്പെടാൻ ഈശോ പറയാൻ. നീ നിന്റെ അധികാരികളെ അനുസരിക്കാൻ ഈശോ പറയാം. അപ്പനമ്മേനെ അനുസരിക്കുക, അധികാരികളൊക്കെ അനുസരിക്കാൻ പറയും. നിന്റെ അധികാരികൾ ആരാണെന്ന് ആലോചിക്കുക. നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അധികാരികളെയൊക്കെ അനുസരിക്കുക. അവരുടെ കൽപ്പനകളും അവർ പറയുന്ന കാര്യമൊക്കെ ദൈവഹിത പ്രകാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിക്കാൻ ഈശോ പറയുക, വിധേയപ്പെടാൻ ഈശോ പറയുക. മുട്ടുമടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുക. മുട്ടുവേദനയുള്ളവരും മടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. താമസിച്ചുള്ള എൽറുഹ ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കാൻ ശക്തമായ പ്രേരണ ചില മക്കൾക്ക് കർത്താവ് കൊടുക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയാണ്. ഇവിടെ വന്ന് ധ്യാനിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. സിബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നന്നായി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. സ്തുതിപ്പില്ലാത്ത മക്കളെ കാണിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞ് അറിയാവുന്ന പോലെ സ്തുതിക്കാൻ ഈശോ പറയുകയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളൊക്കെ പ്രാർത്ഥിച്ചോ. സാമ്പത്തിക മേഖലയിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജോർജിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. മഞ്ഞപ്പിത്തം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമായി തെറ്റായ പ്രേമബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ ആളായിരിക്കാം, ചിലപ്പോൾ വിവാഹം കഴിയാത്തതായിരിക്കാം. എന്ന് തന്നെയാണെങ്കിലും വലിയ സഹനമാണ് ആ വ്യക്തിക്ക് വരാനിരിക്കുക. അതിന് പിന്തിരിയാൻ കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം കർത്താവ് എടുത്തു പറയുന്നു. മദ്യപാനികളായ മക്കളെ കാണിക്കുന്നു. വലിയ സഹനം അവർക്ക് വരാനിരിക്കുന്നതായിട്ട് ഈശോ പറയാം. പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യ മേഖലയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന്, സൃഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും എന്ന ശക്തമായ മുന്നറിയിപ്പ് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഈശോ എഴുതി കാണിക്കുകയാണ്. ചെവി കേൾവിക്കുറവ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ അന്തോണീസ്, പാതുവായാലും വിശുദ്ധ അന്തോണീസിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പരീക്ഷയിൽ ഉന്നത വിജയം നൽകി ചില മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് നീ ഒരിക്കലും പറയരുത്. കർത്താവിൻ്റെ കോപം സാവധാനമേ വരൂ എന്ന് ശക്തമായൊരു മുന്നറിയിപ്പ് പ്രഭാഷകൻ്റെ പുസ്തകം
5-ാം അധ്യായം 4-ാം തിരുവചനം ശക്തമായ സന്ദേശമായി കർത്താവ് തരികയാണ്. ശ്രദ്ധിക്കുക, പാപം ചെയ്തിട്ട് എനിക്ക് എന്തു സംഭവിച്ചെന്ന് ഒരിക്കലും വീമ്പ് പറയരുത്. കർത്താവിൻ്റെ കോപം സാവധാനമേ വരൂ എന്ന് മുന്നറിയിപ്പ് തരികയാണ്. ആദി എന്ന് വിളിപ്പേരുള്ള ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തലയിലെ താരനുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും ആത്മഹത്യ ചിന്തയുള്ള വ്യക്തിക്ക് കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയുള്ള അതിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു മകനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വളരെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫർണിച്ചർ കട കാണിക്കുകയാണ്. ആ കടയുടെ ഉടമയോട് ദശാംശം കൊടുക്കാൻ ഈശോ സന്ദേശം തരികയാണ്. ഏലീഷ എന്ന മകളുടെ മുടികൊഴിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകേണ്ട അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. റോയി എന്ന മകനോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. വിദ്യാഭ്യാസ ലോൺ കിട്ടാനുള്ള തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ബിന്ദു എന്ന മകളുടെ ബ്ലീഡിംഗ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലങ്സിന് ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു സ്ഥലത്ത് നിന്ന് കുറുക്കന്റെ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി ഹൈന്ദവ ഗാനങ്ങൾ കേൾക്കുന്ന വ്യക്തിയോട് അത് ഉപേക്ഷിക്കാൻ ഈശോ പറയുന്നു. യേശുവിനെ ഹൃദയത്തിൽ ഏകരക്ഷകനായിട്ട് സ്വീകരിക്കാൻ ഈശോ സന്ദേശം നൽകുകയാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള ഒരു മകനെ കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മനക്കോടി എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഐസക്കിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പല മക്കളുടെയും പല വിധത്തിലുള്ള തടസ്സങ്ങൾ കർത്താവ് ഈ സമയം എടുത്തു മാറ്റുന്നതായിട്ട് വ്യക്തമായ സന്ദേശം തരികയാണ്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഉണ്ണീശോയോട് പ്രത്യേകം ഭക്തിയുള്ള ചില മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പുഷ്പയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത ലിജി എന്ന മകളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. ഉറക്കമരുന്ന് കഴിച്ച് രാത്രി കിടന്നുറങ്ങുന്ന ഒരു യൂത്ത് പെൺകുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. മാതാപിതാക്കളോട് കഠിനമായ വെറുപ്പുള്ള അനേകം മക്കളെ കർത്താവ് കാണിക്കുകയാണ്. ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുകയാണ്. മാതാപിതാക്കളെ അനുസരിക്കാൻ ഈശോ പറയുകയാണ്. സഭയെ അനുസരിക്കാൻ കർത്താവ് പറയുകയാണ്. അയ്യന്തോൾ ഭാഗത്തിരുന്നുകൊണ്ടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അഖിൽ എന്ന മകനോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. രൂപക്കൂടിന് ചുറ്റും പല്ലിശല്യം ഒരു ഭവനത്തിന് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ധാരാളം വിക്സ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം മക്കളുടെ ആന്തരിക മുറിവുകൾ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു. രഞ്ജിത എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. PSC എക്സാമിൽ വിജയം നൽകിയ ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ആലുവയിൽ നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അരിമ്പാറ സൗഖ്യം കിട്ടിയിട്ടും സാക്ഷ്യപ്പെടുത്താത്ത ഒരു മകളോട് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരികയാണ്. ശക്തമായ താരന്റെ ശല്യം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലോൺ കിട്ടാനുള്ള തടസ്സം, ആ തടസ്സം കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നു. അമ്മിണി എന്നൊരു പേര് തരുന്നു. അമ്മിണി ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു ഭവനത്തിൽ നിന്നും പ്രാവിന്റെ ശല്യം കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു അധ്യാപികയുടെ ശമ്പള തടസ്സം കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നു. പുറത്ത് കൂനുള്ള ഒരു യൂത്ത് മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഫോൺ ദുരുപയോഗത്തിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. കൈവിരലിന് പൊട്ടലുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മദ്യക്കുപ്പികളിൽ ബോട്ടിലാട്ട് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഓഫീസ് റൂം കാണിക്കുകയാണ്. ആ സ്ഥാപനത്തിന് ഒത്തിരി തടസ്സങ്ങളുള്ളതായിട്ട് കാണിക്കുകയാണ്. ആ മദ്യക്കുപ്പികളൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയാൻ കർത്താവ് സന്ദേശം തരികയാണ്. കണ്ണിക്കേടുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. CT പ്രവീൺ ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. രഹസ്യ രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഓവറിയിൽ സിസ്റ്റുള്ള ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. സംസാരിക്കുമ്പോൾ വിക്ക് വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷൻ വന്നിരിക്കുന്ന ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ത്വക്ക് രോഗങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ആൻജിയോഗ്രാമിൽ ബ്ലോക്ക് കണ്ട് തുടർന്ന് ചികിത്സയ്ക്ക് ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ശക്തമായ മോണപ്പഴുപ്പുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകുന്നു. വായ്പുണ്ണ് വായിൽ തൊലി പോകുന്ന അവസ്ഥയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു ഈശോ സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നു. മകന്റെ വിവാഹ തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്ന ലില്ലി എന്ന സഹോദരിയുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നതായിട്ട് കാണിക്കുന്നു. വലിയ പരിശുദ്ധാത്മാ അഭിഷേകം കർത്താവ് സമൂഹത്തിലേക്ക് വർഷിക്കുന്നു. എല്ലാവരും ഒന്ന് ശക്തമായി സ്തുതിച്ചേൻ. ലോകരക്ഷകനും ഏകരക്ഷകനുമായ യേശുവിനെന്ന് സ്തുതിച്ചേൻ. എൻ്റെ പേര് സെലീൻ. ഞാൻ ഇറ്റലി റോമിൽ നിന്നാണ് വരുന്നത്. 40 വർഷമായിട്ട് കഠിനമായ തലവേദന എനിക്കുണ്ടായിരുന്നു. മാർച്ച് 3-ാം തീയതി രാത്രിയിൽ എൻ്റെ ചെവിയിൽ കൂടെ ബ്ലഡ് വന്നു. അപ്പം 4-ാം തീയതി എല്ലാ ചൊവ്വാഴ്ചയും 4 വർഷമായിട്ട് ഞാൻ അത്ഭുത ജപമാല കൂടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു, മൂക്കുത്തി ഊരി വെക്കണം. മൂക്കുത്തി ഊരി വെച്ച് പ്രാർത്ഥിച്ചാൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു. അത് രണ്ടാമതും അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു. ആ നിമിഷം തന്നെ ഞാനത് ഊരി വെച്ചു. എത്ര വർഷമായിട്ട് മൂക്കുത്തി ഉണ്ടായിരുന്നു? 30 വർഷമായിട്ട്. 30 വർഷമായിട്ട് സെക്കൻഡ് ഷെഡ്, തേർഡ് ഷെഡൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അതെല്ലാം ഞാൻ മാറ്റി. അത് കഴിഞ്ഞിട്ട് 3 മാസം ഞാൻ പരീക്ഷിച്ച് നോക്കി. 3 മാസം എനിക്ക് യാതൊരു തലവേദനയും ഉണ്ടായിട്ടില്ല. ഗുളിക മരുന്നൊന്നും എടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഇന്നത്തേക്ക് 7 മാസമായി. അത് സാക്ഷ്യം പറയുന്നത് ഈ അൾത്താരയിൽ ഇതുവരെ പിന്നെ ഉണ്ടായിട്ടില്ല. ഇതുവരെ 7 മാസമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. നല്ലൊരു കൈയ്യടി കൊടുത്ത് 40 വർഷമായിട്ടുള്ള തലവേദന അല്ലേ? 40 വർഷമായിട്ടുള്ള തലവേദന. ഒരു പ്രാവശ്യം തലവേദന കൂടി ചെവിയിൽ നിന്നൊക്കെ എന്താ ബ്ലഡ് വന്നു. ഇങ്ങനത്തെ അവസ്ഥയിൽ അത്ഭുതമാന കണ്ടപ്പോൾ അച്ഛത് വിളിച്ചു പറയുകയാണ് ഈ മൂക്കുത്തി സെക്കൻഡ് സ്റ്റഡി മിഞ്ചിക്ക് ഊരാൻ
അതൊക്കെ ഊരി മാറ്റി പ്രാർത്ഥിച്ചപ്പോൾ 7 മാസമായിട്ട് പിന്നെ ആ രോഗം ഉണ്ടായിട്ടില്ല. കണ്ടോ, എന്തൊരു ഇത് വലിയ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇറ്റലിയിൽ നിന്ന് ഇവിടെ വന്ന് ഈശോയുടെ എൻ്റെ ഇത് പറയാൻ നന്ദി പറയാൻ വേണ്ടി വന്നതാണ് ആ ചേച്ചി. കണ്ടില്ല, ഇതാണ് ഇങ്ങനെയാണ് നന്ദി പറയുക. നിങ്ങൾക്ക് 10 പേരല്ലേ സൗഖ്യം കിട്ടിയത്. ഈ വ്യക്തിക്കല്ലാതെ, ഈ വിജാതീയനല്ലാതെ മറ്റൊരാൾക്ക് ഒന്ന് തിരിച്ചു വന്ന് നന്ദി പറയാൻ തോന്നിയില്ലേ? കണ്ടോ, നന്ദി പറയുന്നവരെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എൽറുഹ ദൈവ വചന ശുശ്രൂഷയിൽ അച്ഛൻ ആരംഭത്തിൽ തന്നെ പറയുന്ന ഓരോ വെളിപ്പെടുത്തലുകൾ അത് കർത്താവിൻ്റെ ശക്തമായ സന്ദേശങ്ങളാണ്. അതൊക്കെ ഒരു ബുക്കിലോ പേപ്പറിലോ മറ്റോ കുറിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ ഇതുവരെ പറഞ്ഞ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളെല്ലാം എഴുതി വെച്ച് അതിലൂടെ ഒന്ന് കടന്നു പോവുക. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ക്രമീകരിക്കുക, നമ്മുടെ ബോധ്യങ്ങളൊന്ന് ക്രമീകരിച്ച് നോക്കിയേ. ഒരുപാട് അനുഗ്രഹം നമ്മിലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും കർത്താവ് വർഷിക്കും. അങ്ങനെ കർത്താവ് തന്ന ശക്തമായ സന്ദേശം, യേശു ഏകരക്ഷകൻ, ലോകരക്ഷകൻ, അതങ്ങോട്ട് നമ്മുടെ ജീവിതം മുഴുവനും അത് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യേണ്ട ഒരു ആശയമാണ്, ഒരു കാര്യമാണ്. അപ്പോൾ വലിയ അനുഗ്രഹങ്ങൾ ഇന്നത്തെ ശുശ്രൂഷ കർത്താവ് വലിയ വിടുതലാണ് കർത്താവ് തന്ന് അനുഗ്രഹിച്ചിരിക്കുക. ഈ ഒരു വിശ്വാസത്താൽ നമുക്ക് മുട്ടുകൾ കുത്തി കരം ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായി